ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ എന്തിനാണ് നമ്മുടെ ഈ ചെറിയ ജീവിതം ഇങ്ങനെ അടിച്ചും പിടിച്ചും വഴക്കടിച്ചും ചതിച്ചും വഞ്ചിച്ചും കൊന്നും കൊല വിളിച്ചും എല്ലാം കളയുന്നത് എന്ന്. വെറുതെയാണ്. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഈ ചെയ്തത് തെറ്റായിരുന്നുവെന്ന് പിന്നെ തോന്നുമ്പോൾ തിരുത്തി പറയാൻ ചിലപ്പോൾ അവരുണ്ടാവണമെന്നുമില്ല. ഈ ചെറിയ ജീവിതം മറ്റുള്ളവർക്ക് ഉപദ്രവമാവാതെ പറ്റുമെങ്കിൽ അവർക്കൊരു സഹായമായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ നമുക്ക് വലിയൊരു സ്ഥാനമായിരിക്കും. അവരുടെ വെറുപ്പും സമ്പാദിച്ച് മോശമായ പ്രവൃത്തികളിലൂടെ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? നമ്മുടെ വീട്ടുകാർ പോലും നമ്മളെ വെറുക്കും, മക്കളും വെറുക്കും. എല്ലാവരും വെറുക്കപ്പെട്ട് സമൂഹത്തിൽ ജീവിക്കുന്നതിന് പകരം എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ളവനായി, സന്തോഷമുള്ളവനായി, ഒരു നല്ല കൂട്ടുകാരനായി ജീവിക്കാൻ ശ്രമിച്ചാൽ അവരുടെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അവരുടെ ഓർമ്മകളിൽ നമ്മളുണ്ടാവും. മറ്റുള്ളവരുടെ ഉന്നതിയിൽ നമ്മൾ വിഷമിക്കുമ്പോൾ നമുക്കൊരിക്കലും സന്തോഷം കണ്ടെത്തുകയില്ല. എന്നോടൊരാൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റുമെന്ന്. എനിക്ക് ചിരിക്കാൻ പറ്റും. കാരണം ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് ഒളിഞ്ഞു നോക്കാനോ അല്ലെ അവർക്ക് ഇത്രയും ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വിഷമിക്കാനോ ഞാൻ ശ്രമിക്കാറില്ല. നമ്മുടെ ഉള്ള പരിമിതികൾ വെച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ കുറവുകൾ ഞാൻ നോക്കാറില്ല. നമ്മൾ കുറവുകൾ നോക്കിയാൽ നമ്മൾ ആ കുറവുകൾ നോക്കി ഇരിക്കുകയുള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അയ്യോ എനിക്കിത് പറ്റിയല്ലോ, ഇങ്ങനെയാണല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ കുറവുകളെ മറക്കുക. നമ്മുടെ ഉള്ള കഴിവുകളെ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരെക്കാട്ടി എന്തെങ്കിലും കഴിവുകൾ കാണും. അത് നമ്മൾ പക്ഷേ മറിച്ച് നമുക്കത് നമ്മളെ തന്നെ നമ്മൾ നോക്കാൻ പറ്റാതെ മറ്റുള്ളവരെ നോക്കുമ്പോൾ നമ്മുടെ കഴിവുകൾ ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. അതാർക്കും മനസ്സിലാകത്തില്ല. കാരണം നമ്മുടെ ഉള്ളിലെ കഴിവുകളെ നമ്മൾ മറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കാൻ ശ്രമിക്കാതെ മറ്റുള്ളവരുടെ ഉന്നതിയിലോട്ട് അല്ലെങ്കിൽ അവരുടെ ആ ചെയ്യുന്ന പ്രവൃത്തികളിലോട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളൊന്നുമില്ലാതെ സീറോ ആയിട്ട് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് കഴിവുണ്ട് എന്ന് ചിന്തിച്ച് നമ്മൾ ആ കഴിവുകളിൽ പരിപോഷിപ്പിച്ചെടുക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് വിജയമുണ്ടാകും. എത്ര കൂട്ടിവെച്ചാലും നമ്മൾ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല ഒരിക്കലും. പോകുന്നവരെല്ലാം വെറും കൈയോടെയാണ് പോകുന്നത്. പിന്നെന്തിനാണ് ഈ അടിയും പിടിയും ചതിയും വഞ്ചനയും വെട്ടിപ്പിടിക്കലും? ഇതുകൊണ്ടൊന്നും ഒരർത്ഥവുമില്ല. ഞാൻ നോക്കിയിട്ട് ചെറിയൊരു കുടുംബങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം അന്നത്തെ ജോലി കഴിഞ്ഞ് വന്ന് സാധനങ്ങൾ വാങ്ങിച്ച് അവർ ഭാര്യയും ഭർത്താവും പിള്ളേരുമായി സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ വലിയ സമ്പന്ന കുടുംബങ്ങളിൽ മിക്കവാറും വഴക്കും അടിയും പിടിയും കരച്ചിലും ഒക്കെയാണ്. പക്ഷേ പകലാണെങ്കിലും വലിയ വലിയ കാറുകളിൽ വലിയ സാരികളും എടുത്ത് ഡ്രസ്സുകളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് സന്തോഷമായിട്ട് അഭിനയിച്ച് പോകുന്നത് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചെറിയ കുടുംബങ്ങളിലാണ് ഏറ്റവും സന്തോഷം. പണമുണ്ടെന്ന് കരുതി സന്തോഷം ഉണ്ടാവണമെന്നില്ല, അല്ലെ എല്ലാം ഉണ്ടെന്ന് കരുതി എല്ലാം ഉണ്ടാവണമെന്നില്ല, സന്തോഷം ഉണ്ടാവണമെന്നില്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ എല്ലാവരും ഉണ്ട്. എന്നാൽ ചെറിയവരിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അവർക്ക് സന്തോഷമായിട്ട് ചിരിക്കാൻ പറ്റും. ഒരു തമാശ കണ്ടാൽ സന്തോഷമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഒരു തമാശ കണ്ട് സന്തോഷമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവൻ്റെ മനസ്സുകൊണ്ട് എന്താണ് പ്രയോജനം? ഒരു പ്രയോജനമില്ല. നമുക്ക് ചിരിക്കണം, ഉള്ളു തുറന്ന് ചിരിക്കാൻ പറ്റണം. ഒരു മനുഷ്യന് അതാണ് ആവശ്യം. എന്നോട് ഈയിടയ്ക്ക് ഒരാൾ ചോദിച്ചു, എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതുപോലൊരു പരിപാടിക്ക് പോയതാണ്. ഞാൻ നോക്കുമ്പോൾ പുള്ളി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നോട് ചോദിച്ചു, നിനക്ക് നീ ഇത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് പക്ഷേ പറ്റുന്നില്ല.
പുള്ളി ചുറ്റുപാട് നോക്കുകയാണ്. നോക്കുമ്പോൾ അവരെല്ലാം സന്തോഷത്തോടെ ഇതെല്ലാം ആസ്വദിക്കുകയാണ്. പുള്ളിക്ക് മാത്രം ഇത് പറ്റുന്നില്ല. കാരണം പുള്ളിയുടെ മനസ്സ് ഇങ്ങനെ ആകുലപ്പെട്ടിരിക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നു, അവർക്കെങ്ങനെയുണ്ട്, ഇവരെങ്ങനെയുണ്ട്. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒന്നിലും ഒരു സന്തോഷം കണ്ടെത്താനോ സാറ്റിസ്ഫാക്ഷനായിട്ട് ജീവിക്കാനോ കഴിയില്ല. നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കി, നമ്മുടെ കുറവുകളും ഇല്ലായ്മകളും മനസ്സിലാക്കി അതിൽ സന്തോഷം കണ്ടെത്താനും അതിനെ പരിപോഷിപ്പിച്ചെടുക്കാനും നമ്മൾ ശ്രമിക്കണം. എങ്കിലേ നമുക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. നമ്മളെക്കാട്ടി താഴെയുള്ളവരെ ശ്രദ്ധിക്കുക. നമ്മളെക്കാട്ടി മുകളിലുള്ളവരെ നോക്കിയാൽ നമുക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാകത്തില്ല. കാരണം ദുഃഖമേ ഉണ്ടാകത്തുള്ളൂ. അല്ലെ അവരെ പോലെ ആയില്ലല്ലോ, എനിക്കിതുപോലെ എൻ്റെ കൂടെ ഇത്രയും പഠിച്ചവരാന്നിട്ടും അവരുടെ കൂട്ട് ആവാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ അടിച്ച് പോകത്തേ ഉള്ളൂ. ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മളെക്കാട്ടി താഴെയുള്ളവരെ ശ്രദ്ധിക്കുക. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വിശപ്പിൻ്റെ വിളി അറിഞ്ഞ് റോഡ് വക്കിൽ കടത്തിണ്ണയിലും കിടക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കുള്ള സമ്പന്നത അപ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടോ, മഴ നനയാതെ കിടക്കാൻ പറ്റുന്നുണ്ടോ, അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇല്ലാത്തതിനു വേണ്ടി മനസ്സിൽ ഇട്ട് വിഷമിച്ച് അലയാതെ നമ്മുടെ ഉള്ളതിനെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ചേർത്ത് പിടിക്കുക. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ